കാട്ടിൽ ഏറ്റവും പേടിയുള്ള മൃഗം ഏതാണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആന. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാനൊരു നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളുമായി പറയാൻ ഉദ്ദേശിക്കുന്ന കഥയെന്ന് പറഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിൽ പോയതും അവിടെ വെച്ചൊരു ഞങ്ങളൊരു ആന ഓടിച്ച കഥയാണ്. അപ്പോൾ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പക്ഷി സങ്കേതമാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേയേറെ നമ്മുടെ കേരളത്തിൽ കാണുന്ന വളരെ അപൂർവമായിട്ട് കുറേയുള്ള പക്ഷികളെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പക്ഷി നിരീക്ഷണം തുടങ്ങിയ സമയം മുതൽ ഞങ്ങളവിടെ പക്ഷി നിരീക്ഷണത്തിൽ പോയിട്ടുണ്ട്. ഒരു 10-22 വർഷം മുമ്പേ ഞങ്ങൾ കോട്ടയത്തു നിന്ന് ബൈക്ക് ഓടിച്ച് തട്ടേക്കാട് പോയി ബേർഡ് സാഞ്ചുറി രാവിലെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ കാടിനകത്തോടെ പോയിട്ട് പക്ഷികളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരും. അപ്പം അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന തട്ടേക്കാട് ഇപ്പോഴും എനിക്കിഷ്ടമുള്ള ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ്. അപ്പോൾ തട്ടേക്കാടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടുള്ള പല പക്ഷികളും അവിടെ എളുപ്പത്തിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ മാക്കാച്ചിക്കാട് എന്ന് പറയുന്നത് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത്, ശ്രീലങ്കൻ ബേ ഔൾ, മലബാർ ട്രോഗൺ, പിന്നെ ഓറിയൻ്റൽ ഡ്വാർഫ് കിങ്ഫിഷർ, ഇപ്പം ബ്ലാക്ക് ബാക്ക് കിങ്ഫിഷർ എന്ന് പറഞ്ഞ കിങ്ഫിഷർ, ബ്ലൂ ഇയർഡ് കിങ്ഫിഷർ, കുറേയേറെ അപൂർവമായിട്ടുള്ള പക്ഷികളൊക്കെ എളുപ്പത്തിൽ കാണാനും എളുപ്പത്തിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇതാണ് തട്ടേക്കാടിനെ വളരെ ഫേമസ് ആക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ലോകത്തു നിന്നുള്ള പല പക്ഷി നിരീക്ഷണവും ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ തട്ടേക്കാട് വന്നിട്ട് കുറേയേറെ ദിവസങ്ങൾ തങ്ങിയിട്ട് ഇവരെല്ലാം ഫോട്ടോസ് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഞാനും തുടങ്ങിയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷി നിരീക്ഷണം തുടങ്ങിയ സമയത്ത് കോട്ടയത്തുള്ള എൻ്റെ സുഹൃത്ത് പ്രദീപ് അയ്മനുമായിട്ട് ഞങ്ങൾ ബൈക്കിൽ രാവിലെ പുറപ്പെടും. അവിടെ ചെന്നിട്ട് പക്ഷികളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. അപ്പം 2006 മുന്നെയാണ് ഞങ്ങൾ ഈ പക്ഷി നിരീക്ഷണം തുടങ്ങിയത്. എനിക്കൊന്ന് 2004-2005 കാലങ്ങളിലൊക്കെ ഞങ്ങളവിടെ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിൽ പക്ഷി നിരീക്ഷണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ പ്രത്യേകത, ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തട്ടേക്കാട് പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ വലിയൊരു ബ്രിഡ്ജുണ്ട്, അവിടെ വലിയൊരു പാലം വന്നിട്ടുണ്ട്. പക്ഷേ അന്നേരം ആ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. പാലം അപ്പോൾ ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മളവിടെ ബൈക്കിൽ പോയിട്ട് ബൈക്ക് അവിടെ വെച്ചിട്ടൊരു ജങ്കാറുണ്ട്, ജങ്കാറിൽ ബൈക്ക് കയറിയിട്ട് അതിൻ്റെ പെരിയാർ നദി കടന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ ബേർഡ് ഗൈഡിനെയൊക്കെ എടുത്ത് അവിടുന്ന് കാട്ടിൽ പോയി പക്ഷി നിരീക്ഷണം കഴിഞ്ഞിട്ട് നല്ല തിരിച്ചു വരികയാണ്. ഇതാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 10-22 വർഷം മുമ്പ് നമ്മൾ 1-2 സുഹൃത്തുക്കളുണ്ട്. ദീപു എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ബിനോയ് എന്ന് പറഞ്ഞ സുഹൃത്ത്, കുമരകത്തുള്ള ബിനോയ്. ദീപും കുമരകാരനാണ് ദീപു. പിന്നെ അയ്മനത്തുള്ള പ്രദീപേട്ടൻ. ഞങ്ങളിങ്ങനെ 4 പേര് ഒരു ദിവസം പ്ലാൻ ചെയ്തു, നമുക്കെന്നാൽ തട്ടേക്കാട് ഇന്ന് പക്ഷി നിരീക്ഷണത്തിന് പോയേക്കാം. അപ്പം തട്ടേക്കാട് പക്ഷി നിരീക്ഷണത്തിന് പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് 2 ബൈക്കിൽ ഞങ്ങൾ കോട്ടയത്തുനിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്ന് 5 മണിയായപ്പോൾ പോയിട്ട് അവിടെ ഞങ്ങൾ രാവിലെ 7 മണിയായപ്പോൾ എത്തി. അപ്പോൾ അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന ഗൈഡ് എന്ന് പറയുന്നത് സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. സുധീഷ് തട്ടേക്കാട് എന്ന് പറഞ്ഞ് വളരെ നന്നായിട്ട് പക്ഷികളെ ഇറക്കി അറിയാവുന്ന വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു പക്ഷി നിരീക്ഷണമാണ് അദ്ദേഹം. സുധീഷിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ അവിടെയുള്ള കുറേ ഗൈഡ്സിനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. തട്ടേക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പക്ഷി നിരീക്ഷകരുള്ളൊരു സാഞ്ചുറിയാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. അപ്പോൾ അവിടെ പറഞ്ഞു വരുമ്പോൾ അവിടെ കുറേയേറെ ഫേമസ് ആയിട്ടും കുറേയേറെ പോപ്പുലറായിട്ടുള്ള കുറേ ബേർഡ് വാച്ചേഴ്സ് ഉണ്ട് അവിടെ. കഴിഞ്ഞ വർഷം മരിച്ചുപോയ എൽദോസ് തട്ടേക്കാട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അവിടെ ഏറ്റവും കൂടുതൽ തട്ടേക്കാടിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 60 വയസ്സിൽ മേളിൽ പ്രായമുള്ള ഒരു അമ്മയുണ്ട്, സുധാമ എന്ന് പറഞ്ഞ്. ഞങ്ങളൊക്കെ ആദ്യം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന അമ്മയാണ് സുധാമ. അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു പക്ഷി നിരീക്ഷകനാണ്. കഴിഞ്ഞ വർഷം സാഞ്ചുറി ഏഷ്യ മാഗസീൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. അവരുടെ മോൻ ഗിരീഷുണ്ട്. പിന്നെ 2 വിനോദ്മാരുണ്ട്, കണ്ണേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന വിനോദും മറ്റൊരു വിനോദും. അഭിലാഷുണ്ട്, സനു ഉണ്ട്, ഡനീഷുണ്ട്, അജോമോനുണ്ട്, വിമലുണ്ട്, രജീവുണ്ട്. ഇങ്ങനെ കുറേയേറെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കുറേയേറെ അമേസിങ് ബേർഡ് വാച്ചേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവരുടെ കൂടെ വേണം നിങ്ങൾ കാട്ടിൽ പോകാൻ വേണ്ടി. ഇവരുടെ കൂടെ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പക്ഷികളെ കാണിച്ചു തരും, പക്ഷികളെ കുറിച്ച് പറഞ്ഞു തരും, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ തട്ടേക്കാടിനെ മറ്റുള്ള സാഞ്ചുറിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ 4 പേര് കാട്ടിൽ സുധീഷുമായിട്ടാണ് ഞങ്ങൾ കാട്ടിൽ പോകുന്നത്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കാട്ടിലോട്ട് നടന്നു പോകുന്നത്. അപ്പം കാട്ടിൽ നടന്നു പോകുന്ന സമയത്ത് പ്രദീപേട്ടൻ്റെ ഒരു ചെറിയ വീഡിയോ ക്യാമറയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു 1-2 ബൈനോക്കുലറൊക്കെ ഉണ്ട്. പക്ഷികളെയൊക്കെ നോക്കി, അന്ന് ആരുടെയും ക്യാമറ, വേറെ വലിയ ക്യാമറയൊന്നുമില്ല. പക്ഷികളെ നോക്കുന്നു, അതിനെ വാച്ച് ചെയ്യുന്നു, അതിൽ നിന്ന് പക്ഷികളുടെ സൗന്ദര്യം എൻജോയ് ചെയ്യുന്നു, എന്നിട്ട് പക്ഷികളെക്കുറിച്ച് സംസാരിക്കുന്നു, ഇങ്ങനെ തിരിച്ചു വരുന്നു. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ പതിയെ തിരിച്ച് നടന്നു വരാൻ തുടങ്ങി. നടന്നു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആനയുടെ മണം നന്നായിട്ട് കിട്ടാൻ തുടങ്ങി, ആനച്ചൂര് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആന അടുത്ത് കാണും, ശ്രദ്ധിച്ച് വേണം നടക്കാൻ. പക്ഷെ നമ്മളത്ര വലിയ വില കൊടുത്തില്ല, കാരണം നമ്മൾ ആദ്യമായിട്ടൊക്കെ കാട്ടിൽ പോകുന്ന സമയമാണ്. വളരെ എന്തൂസിയാസ്റ്റിക്കായിട്ട് ഇടയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്.
അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കണ്ടില്ല, ഒരു 30 മീറ്റർ അടുത്തൊരു ആന നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ആന ഇന്ന് ചിഹ്നം വിളിക്കുകയും ആന ഞങ്ങളുടെ നേരെ ചീറിക്കൊണ്ടൊരൊറ്റ വരവുമായിരുന്നു. അപ്പോൾ സുധീഷ് ഓടിക്കുമെന്ന് പറയുകയും ചെയ്തു. ഒരൊറ്റ ഓട്ടം ഓടി കാടിൻ്റെ അകത്തോട്ട്. അപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് അവൻ ഒറ്റ ഓട്ടം ഓടി. ഞങ്ങൾ 4 പേരും സുധീഷിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. അപ്പോൾ സുധീഷിൻ്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോൾ സുധീഷ് ഇങ്ങനെ കാട്ടിക്കൂടെ ഓടുന്ന കാണാം, പുറകെ ഞങ്ങൾ 4 പേരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് കാലെ മസിൽ കയറിയിട്ട് ഞാൻ നിലത്തോട്ട് അങ്ങനെ ഇരുന്നു. അപ്പം ഈ പുറകെ വന്ന 3 പേര് സുഹൃത്തുക്കൾ എന്നെ കാലെ വലിച്ചുകൊണ്ട് ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയായി. ഞങ്ങൾ പിന്നെ ഓടാൻ തുടങ്ങി. ഓടിച്ചെന്ന് കയറിയത് ഒരു പന്നിയുടെ കൂട്ടത്തിലോട്ടാണ്. എനിക്കൊന്ന് 8-10 പന്നി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കാട്ടിൽ. ആ പന്നികൾ എഴുന്നേറ്റ് 4 പാടും ചെതറി ഓടി. ഞങ്ങൾ ഓർത്ത് അടുത്ത ആനക്കൂട്ടത്തിലോട്ടാണ് ഞങ്ങൾ ചെന്ന് ഓടി കയറിയെന്ന്. പിന്നെ മനസ്സിലായി ആനയല്ല, അത് പന്നിയാണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ നേരെ പെരിയാറിൻ നദിയുണ്ട് അവിടെ അടുത്ത്, ആ നദിയുടെ അങ്ങോട്ടാണ് ഓടുന്നത്. അപ്പോൾ ഓടുന്ന സമയത്ത് പ്രദീപേട്ടൻ ഒരു വെള്ള ഷർട്ടായിട്ടിരുന്ന്, വെള്ള ഷർട്ടൊക്കെ ഊരി കൈ പിടിച്ചിട്ട് ഓടുന്നത്. ബിനോയ് ചേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ ഇപ്പോൾ കാണണം, ചാകുന്നതിന് മുമ്പ് ഇപ്പോൾ കാണണം. ഞങ്ങൾ പറയും, ബിനോയ് ചേട്ടൻ ഒന്നും പറ്റില്ല, നമുക്ക് മിണ്ടാതിരിക്കാൻ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ നദിയുടെ സൈഡിലോട്ട് ചെന്നിട്ട് അവിടുന്ന് പതിയെ സൈഡിൽ കൂടെ നടന്നിട്ട് തിരിച്ച് ബേർഡ് സാഞ്ചുറിയിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നടക്കുന്നിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉറക്കെ സംസാരിച്ചിട്ടൊക്കെയാണ്. കാരണം എന്തെങ്കിലും മൃഗങ്ങൾ ഫ്രണ്ടിലുണ്ടെങ്കിൽ അവരറിയണം നമ്മുടെ പ്രസൻസ്. ഇച്ചിരി കൂവിയൊക്കെ ഇട്ടാണ് തിരിച്ച് നമ്മൾ നടന്നത്. നമ്മൾ തിരിച്ച് ബേർഡ് സാഞ്ചുറിയുടെ കവാടത്തിലെത്തി. അവിടുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കിയിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം അന്നേരം വലിയൊരു ഷോക്കായിരുന്നു. കാരണം ഓൾമോസ്റ്റ് മരണം മുഖാമുഖം കണ്ടൊരു സമയമായിരുന്നു ആന ഓടിച്ചത്. പിന്നീട് ഒരു 10 വർഷത്തേക്കെങ്കിലും ആനയുടെ പേര് കേട്ടാൽ പോലും പേടിയായിരുന്നു. ഏത് കാട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇവിടെ ആനയുണ്ടോ, ആനയുടെ പ്രസൻസ് ഉണ്ടോ. അപ്പം ആന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാട്ടിലോട് സാധാരണ കയറില്ലായിരുന്നു. ഇപ്പോഴാ പേടിയൊക്കെ മാറി. കാരണം കുറേ ആനയായിട്ട് അടുത്ത് കാണാൻ തുടങ്ങി. അപ്പം ആനയുടെ പ്രസൻസ് നേരത്തെ അറിയാൻ പറ്റി. അന്നൊക്കെ വളരെ എനിക്ക് തോന്നുന്നു നമ്മളൊന്നുകൂടെ കെയർഫുൾ ആയിരുന്നു, നമുക്കിങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു, ആന ഓടിക്കാൻ യാതൊരു സാധ്യതയില്ലായിരുന്നു. അപ്പോൾ 1-2 കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഒന്നാമത്തെ കാര്യം പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രം കയറുക. രണ്ടാമത് അവിടെയുള്ള ലോക്കൽ ഗൈഡ്സുമായിട്ട് കയറുക. കേരളത്തിലെ എല്ലാ കാടുകളിലും ആനയുണ്ട്. അപ്പം കാട്ടിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി മാത്രം പോവുക. കൃത്യമായിട്ട് പെർമിഷൻ എടുത്തിട്ട് ഫോറസ്റ്റ് വാച്ചർമാരും ഗൈഡുമാരും അല്ലെങ്കിൽ ബേർഡ് വാച്ചേഴ്സും ഒക്കെ ആയിട്ട് പോവുക. നമ്മുടെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അപകടം പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാടിനടുത്ത് കുറേയേറെ ഫാർമേഴ്സ് ഉണ്ട്. അവർ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. കൃഷി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആന അവരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങാറുണ്ട്. അവർ പടക്കം വെച്ച് ആനയെ ചിലപ്പം തുരത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആനകളും വളരെ കോൺഫ്ലിക്റ്റിലുള്ള ആനകളൊക്കെ കാണും അവിടെ. അപ്പോൾ ആനകൾ ചിലപ്പോൾ മനുഷ്യരുമായിട്ട് അത്ര താല്പര്യമില്ലാത്തവരൊക്കെ ആയിരിക്കും. മനുഷ്യരെ കണ്ട ഓടിക്കുന്ന ആനകളൊക്കെ കാണും. അപ്പം ഇങ്ങനെയുള്ള ആനകളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാട്ടിൽ പോകുന്ന സമയത്ത് പെർമിഷൻ എടുത്തുകൊണ്ട് പോവുക. ഗൈഡ്സ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഗൈഡ്സുമായിട്ട് മാത്രം പോവുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആന ഓടിക്കുന്നത് നമുക്ക് പരമാവധി രക്ഷപ്പെടാൻ പറ്റും. ഞാനത് കഴിഞ്ഞ് ഒത്തിരി കാട്ടിൽ കയറിയിട്ടുണ്ട്. കേരളത്തിലെ പല കാടുകളിലും കയറി. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ്. ഇപ്പോഴും ജീവിക്കുന്ന വയനാട്ടിലാണ്. വയനാട്ടിലെ കാടുകളിലൊക്കെ ആനകളുണ്ട്. താമസിക്കുന്നതിനടുത്ത് തന്നെ ആനകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്രസൻസ് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറിപ്പോകാൻ പറ്റും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഇനിയും ഇങ്ങനെയുള്ള കഥകളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.